അയ്യോ, നിങ്ങൾ ഈ വല്ലവരുടെയും കാര്യം എൻ്റെ അടുത്ത് ചോദിക്കാതെ. അല്ല, ഈ PR ഏജൻസി വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എന്നാണ് പറയുന്നത്. അയ്യോ, അതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാതെ. ഇന്നേ ഗാന്ധി ജയന്തി ദിനമാണല്ലോ. ഈ ഖാദി തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ഒരു വർഷത്തിലേറെ സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കാത്തൊരവസ്ഥയുണ്ട്. അല്ല, അത് എനിക്കറിയാത്ത വിഷയമാണ്. ഇവിടെ തന്നെ ഇവിടല്ലേ ശരിയായി തുടങ്ങിയിരിക്കുന്നത്. അപ്പം ബാക്കിയൊക്കെ ഇനി ഒരു ലൈനപ്പിൽ കൊണ്ടുവരാം. എന്നിട്ട് എത്തട്ടെ. ഈ വയനാട് ദുരിതാശ്വാസ നിധി സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ ആദ്യ ഗഡു അനുവദിച്ചിട്ടുണ്ട്. 3000 കോടിയാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. നിങ്ങളത് സർക്കാരിനോട് ചോദിക്കുക. പ്രധാനമന്ത്രിയും അന്ന് അവലോകനം നടത്തി പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിയിട്ടുണ്ട്. അത് അവർ തങ്ങളിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരോട് ചോദിക്കുക. എന്ത് വൈകാൻ കാരണം? ഈ കേന്ദ്രത്തെ സംസ്ഥാന അത് അവരോട് ചോദിക്കുക. ഇപ്പൊ ഇവിടെ നിന്നുള്ള റവന്യൂ വൈകിയെന്ന് ആരാ പറഞ്ഞ? വൈകിയെന്ന് ആരാ പറഞ്ഞ? നിങ്ങളാണോ പറയുന്നത്? അല്ല, റവന്യൂ മന്ത്രി അടക്കം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വൈകിട്ടില്ല. റവന്യൂ മന്ത്രി തന്നെ അതിന്റെ മറുപടി പറയും. ഞങ്ങളൊന്നും അതിന് ഉത്തരവാദികളാണ്. കേന്ദ്രത്തിന് ഒരു തരത്തിലുള്ള ഇതുമില്ല, ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അതൊക്കെ സാങ്കേതികമായിട്ട് അങ്ങനെ നടക്കുന്നു, അങ്ങനെ തന്നെയാണ്. അതുപോലെ സംവിധാനമല്ലേ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന. ഇത് സംവിധാനത്തിന്റെ കീഴിൽ മന്ത്രിയുടെ ഒരു ലേഖനം വന്നത് വിവാദം. മാധ്യമ സംസ്കാരമാണത്. ഭയങ്കര മോശമാണ് കേട്ടോ. നിങ്ങൾ മാറും. അയ്യോ, നിങ്ങൾ ഈ വല്ലവരുടെയും കാര്യം എൻ്റെ അടുത്ത് ചോദിക്കാതെ. അല്ല, ഈ PR ഏജൻസി വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എന്നാണ്. അയ്യോ, അതൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാതെ. അത് പറഞ്ഞവരോട് പോയി ചോദിക്കും. എതിരാളി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെയാണോ ഒന്ന് ചോദിക്കുന്നത്? എന്ത് മാധ്യമ സംസ്കാരമാണത്? ഭയങ്കര മോശമാണ് കേട്ടോ. നിങ്ങൾ മാറും. നിങ്ങൾ മാറണം.